നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ സാധാരണയായി കാണുന്ന എന്നാൽ വളരെയധികം അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തുവിനെ കുറിച്ചാണ്. എള്ള് അല്ലെങ്കിൽ സിസെയിം സീഡ്സ്. എള്ള് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും അതിലടങ്ങിയിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ വളരെ വലുതാണ്. പതിവായി എള്ള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, എല്ലുകളുടെ ആരോഗ്യത്തിന് എള്ള് വളരെ നല്ലതാണ്. എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല്ലുകൾക്കും എല്ലുകൾക്കും കാൽസ്യം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ എള്ള് കഴിക്കുന്നതോടുകൂടി നമ്മുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ല ബലം കിട്ടുകയും ബലക്ഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യുന്നു. അതിനാൽ എള്ള് കഴിക്കുമ്പോൾ നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി കിട്ടുന്നു. രണ്ടാമതായിട്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എള്ള്. എള്ളിൽ ധാരാളം നല്ല കൊഴുപ്പുകൾ, അതായത് ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ എള്ള് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, നമ്മുടെ ദഹന വ്യവസ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. എള്ളിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലബന്ധം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അതുപോലെ നല്ല ദഹനം സുഗമമായിട്ട് നടക്കാനും സഹായിക്കുന്നു. ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതായ ഒരു കാര്യമാണിത്. അതുപോലെ ഒരു ഫുൾ ഫീലിംഗ്, അതായത് നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഔഷധം തന്നെയാണ് എള്ള്. നാലാമതായി, രക്തക്കുറവ് പരിഹരിക്കാനുള്ള ഒരു കഴിവ് എള്ളിനുണ്ട്. എള്ളിൽ ധാരാളമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് ഹിമോഗ്ലോബിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമായ ഒരു ധാതുവാണ്. അപ്പോൾ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രക്തക്കുറവ് പരിഹരിക്കാനും രക്തക്കുറവ് മൂലമുള്ള പല അസുഖങ്ങളും മാറ്റിയെടുക്കാനും ഈ എള്ള് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അഞ്ചാമതായിട്ട്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് എള്ളിനുണ്ട്. അതായത് ഇടയ്ക്കിടെ തുമ്മൽ, ജലദോഷം വരിക, രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. അതൊക്കെ മാറ്റിയെടുക്കാനും ഇത് സഹായിക്കും. കാരണം ഇതിൽ സിങ്ക്, സെലീനിയം, അതുപോലെ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനും ഈ എള്ള് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഇനി ഉള്ളത്, ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും, അത് ആയുർവേദത്തിലും അഷ്ടാംഗ ഹൃദയത്തില് എള്ളിനെ കുറിച്ച് പറയുന്നതിലും ത്വച്ച, അതായത് സ്കിന്നിന് വളരെ നല്ലതാണ്. ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുടിക്കും കേശ്യമാണ്. മുടി പൊഴിച്ചിലുള്ളവർക്കും മുടി പൊട്ടിപ്പോകുന്നവർക്കും ഒക്കെ എള്ള് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. ഇനി എള്ള് എങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. ചെറുതായി വറുത്തിട്ട് നേരിട്ട് കഴിക്കാവുന്നതാണ്. ചെറുതായി വറുത്ത് പൊടിച്ചിട്ട് ചമ്മന്തികളിൽ ചേർത്ത് കഴിക്കാം. അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതായത് ലഡു, ഉണ്ട, ഹൽവ എന്നിവയിൽ ചേർത്തിട്ട് കഴിക്കാം. മറ്റ് സീഡ്സുകളുടെ ഒപ്പം ചേർത്തിട്ട് കഴിക്കാം. ഇതായാലും എള്ള് വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയും കൂട്ടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന്. ഇതുപോലെ എള്ള് വറുത്ത് പൊടിച്ചിട്ട് പാലിൽ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എത്ര അളവിൽ കഴിക്കണം എന്നൊരു സംശയമുണ്ടാകും. ധാരാളമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. മിതമായ അളവിൽ മാത്രം, അതായത് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം മുതിർന്നവർക്ക് കഴിക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ടീസ്പൂൺ അളവിൽ കൊടുത്താൽ മതിയാകും. പിന്നെ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ ടീസ്പൂൺ അളവിൽ, അതായത് ചെറിയ അളവിൽ കഴിച്ച് തുടങ്ങാവുന്നതാണ്. എള്ള് എപ്പോഴാണ് കഴിക്കേണ്ടത്, എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ്, എള്ള് ഏത് സമയത്തും മിതമായ അളവിൽ കഴിക്കാം.
എങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമോ അല്ലെങ്കിൽ വൈകിട്ട് ലഘു സ്നാക്കായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് എള്ള്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം എള്ള് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന്, അതായത് ആർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ എള്ളിന് കഴിയും. അപ്പോൾ അതായത് ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള വേദന മാറ്റാനായിട്ട് എള്ള് വറുത്ത് പൊടിച്ച് ശർക്കരയും ചേർത്ത് കഴിക്കുന്നത്, അതായത് ആർത്തവം വരുന്നതിന് 2 ആഴ്ച മുമ്പ് തൊട്ട് കഴിച്ചു തുടങ്ങുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. ആർത്തവ സംബന്ധമായ വേദനകൾ മാറ്റാനും അതുപോലെ തന്നെ ആർത്തവം വരാതിരിക്കുന്നവർക്ക്, അമെനോറിയ കണ്ടീഷൻസിലും എള്ള് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം തന്നെയാണ്. ആയുർവേദത്തിൽ എള്ളിന്റെ കഷായം തന്നെയുണ്ട്. അമെനോറിയ കണ്ടീഷൻസിലും അതുപോലെ ഡിസ്മെനോറിയ കണ്ടീഷൻസ്, അതായത് വേദനയോടുകൂടിയ ആർത്തവം ഉള്ളവർക്കും വളരെ ഫലപ്രദമായ ഒന്നാണ് എള്ള്. ഇനി എള്ളിന്റെ ദോഷവശങ്ങൾ, അതായത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാകാം, വയറുവേദന ഉണ്ടാകാം, വയർ വീക്കം ഉണ്ടാകാം. പിന്നെ അമിതമായിട്ട് കഴിച്ചാൽ ശരീരഭാരം കൂടാനും സാധ്യതയുണ്ട്. കാരണം ഇതിൽ കലോറി കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് മിതമായ അളവിൽ മാത്രമേ ഈ എള്ള് കഴിക്കാൻ പാടുള്ളൂ. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ, ഈ സീഡിന് അലർജി ഉള്ളവർ, അതായത് എള്ള് കഴിച്ചു കഴിയുമ്പോൾ ചൊറിഞ്ഞു തടിച്ചു വരിക, അതുപോലെ ശ്വാസമുട്ട് അനുഭവപ്പെടുക, അങ്ങനെ അലർജിക്കായിട്ടുള്ളവർക്ക് എള്ള് കഴിക്കാൻ പാടില്ല. എള്ള് ചെറിയൊരു വിത്താണെങ്കിലും അനേകം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലുകളുടെ ആരോഗ്യത്തിന്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന്, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ നമ്മുടെ മുടിക്കും അതുപോലെ ചർമ്മത്തിനും ഏറ്റവും തിളക്കം ലഭിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചെറിയ ഒരു വിത്താണെങ്കിൽ കൂടി ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള എള്ളിനെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആയുർവേദത്തിൽ എള്ളിനെ തിലം എന്നാണ് വിളിക്കുന്നത്. എള്ളെണ്ണയെ തിലതൈലം എന്നും. ഏറ്റവും ശ്രേഷ്ഠമായ തൈലം തിലതൈലമാണ് എന്നാണ് ആയുർവേദത്തിൽ അഷ്ടാംഗഹൃദയത്തിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് ബലം നൽകുന്ന, അതുപോലെ എല്ലാ വാതവ്യാധികളെയും കുറയ്ക്കാൻ സഹായിക്കുന്ന, ശരീരത്തിന് സ്നിഗ്ധത്വം എല്ലാം തരുന്ന ഏറ്റവും മികച്ച തൈലം എള്ളെണ്ണയാണ് എന്നാണ് ആയുർവേദത്തിലും അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ സൂത്രസ്ഥാനത്തിൽ എള്ളെണ്ണയെ കുറിച്ച് പറയുന്നത് ത്വഗ്ദോഷ കൃമി വാതഗ്നം ബല്യം സ്ഥൈര്യകരം പരം എന്നാണ്. അതായത് ത്വഗ്ദോഷം, ചർമ്മരോഗങ്ങളെയും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന, അതുപോലെ കൃമികളെ ശമിപ്പിക്കുന്ന, വാതഗ്നം, വാതരോഗങ്ങളെ ഒക്കെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തിലതൈലം. ബല്യമാണ്, നല്ല ശരീരത്തിന് ബലമുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അസ്ഥികൾക്കൊക്കെ, സ്ഥൈര്യകൃത് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്കൊക്കെ സ്ഥിരത ഒക്കെ തരുന്ന, അസ്ഥികൾക്കും സന്ധികൾക്കും സ്ഥിരത നൽകുന്ന ഒന്നാണ് തിലതൈലം. ഇപ്പൊ എള്ളെണ്ണയുടെ ഇത്രയും മഹത്തായ ഗുണങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് എള്ളെണ്ണയും നമ്മുടെ നിത്യജീവിതത്തിലും ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.